ഹലോ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ആരും റിക്വസ്റ്റ് ചെയ്യാത്തൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇൻട്രോയിൽ കണ്ട പോലെ ഒരു ഫെയറി ബട്ടർഫ്ലൈ ബൊക്കെ. സംഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം ഇങ്ങനെ ട്രൈ ചെയ്യണോ വേണ്ടേ എന്ന് വിചാരിച്ചിരിക്കണം. ഇനിയിപ്പോൾ കൊളായാലും കുറച്ച് പേപ്പറല്ലേ പോവുള്ളൂ, അതുകൊണ്ട് എന്നിട്ട് ട്രൈ ചെയ്തു. ആദ്യം ഞാനൊരു പീസ് ഐവറി ഷീറ്റിൽ നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ പിക്ചർ ട്രേസ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ വേണ്ടത് ഒരു പീസ് ഓഫ് ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പർ ഇതുപോലെ ഇങ്ങനെ മടക്കി നമ്മൾ നേരത്തെ ഐവറി ഷീറ്റിൽ കട്ട് ചെയ്ത് വെച്ച ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ലടോ, ഒറ്റ വെട്ടിന് 5 ബട്ടർഫ്ലൈ. അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഞാൻ ടോട്ടൽ ഒരു 20 ബട്ടർഫ്ലൈസിനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത പണി എന്താ? പെയിൻറ്റിങ്. ഞാനിവിടെ ബ്ലൂ വാട്ടർ കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യണത്. നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോഴേ 2 സൈഡും കൂടി പെയിൻറ്റ് ചെയ്തോ, അതാണ് അതിൻ്റെ ഒരു ഭംഗി. എനിക്ക് പിന്നെ മടിയായതുകൊണ്ട് അങ്ങോട്ട് വിട്ടു. ഇനിയിപ്പോൾ ബട്ടർഫ്ലൈ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കിട്ടാ, അടിപൊളിയായിരിക്കും. എന്നിട്ട് എന്താ, അത് ഉണങ്ങിയ ശേഷം ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ബട്ടർഫ്ലൈനൊന്ന് സുന്ദരിയാക്കി കൊടുക്കാം. ഇഷ്ടമുള്ള പാറ്റേണൊക്കെ വരച്ചോ, ഏത് വരച്ചാലും ബട്ടർഫ്ലൈ സുന്ദരിയാവും. വേണമെങ്കിൽ ഒരു ഗ്ലോസി ഇഫക്റ്റിനൊക്കെ വേണ്ടിയിട്ട് സെല്ലോ ടൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ അതൊക്കെ ഇരട്ടിപ്പണിയാണ്. പിന്നെ വേണ്ടത് സിൽവർ കമ്പിയാണ്. ഇത് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, 5 രൂപ ഉള്ളൂ. അതിനൊരു 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഒരറ്റം ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക, ഒരു 7 ഷേപ്പിൽ. എന്നിട്ട് നമ്മുടെ ബട്ടർഫ്ലൈനെ തിരിച്ചിട്ടതിന് ശേഷം ആ ബെൻഡ് ചെയ്ത ഭാഗം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കമ്പി ഇല്ലാണ്ട് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ. ആ ഒരു സെയിം പ്രോസസ്സിൽ ബാക്കി എല്ലാ ബട്ടർഫ്ലൈസിനും ചെയ്തെടുക്കുക. നല്ല ഭംഗിയില്ല കാണാൻ. ഇനി വേണ്ടത് പാക്കിംഗ് കവറാണ്. നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടൂലേ, ആ കവർ. അതിന് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫെയറി ലൈറ്റ് വെക്കണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടി മഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കവർ യൂസ് ചെയ്യണത്. എന്നിട്ട് എന്താ, ആ കവറിൻ്റെ നടുക്കൊരു ഓട്ടാക്കിയിട്ട് ആ കമ്പി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വെച്ചിട്ട് ഈ കവർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം സെല്ലോ ടേപ്പ് ഒട്ടിക്കുക മീൻസ് ചുറ്റി കൊടുക്കണം കേട്ടോ. ഈ സെയിം പ്രോസസ്സിൽ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബൊക്കെ ഉണ്ടാക്കാം. ആ കമ്പികളെല്ലാം ഒരുമിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അപ്പം പിന്നെ അത് വിട്ട് പോരില്ല. കുറച്ചുകൂടെ സേഫ്റ്റിക്ക് ഒരു കമ്പി വേണമെങ്കിൽ ഒന്ന് ചുറ്റി കൊടുക്കുകയും ചെയ്യാം. നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഫെയറി ലൈറ്റാണ്. ആ ഫെയറി ലൈറ്റ് നമ്മൾ ഈ ബട്ടർഫ്ലൈസിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കണം. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. എന്നിട്ട് എന്താ, ഒരു റാപ്പിംഗ് പേപ്പർ എടുക്കുക, 2 സൈഡ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതിനെ ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ഇൻസുലേഷൻ ടേപ്പ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് എന്താ പറയുക, റോൾ ചെയ്യാം. ബ്ലൂ റിബൺ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പിങ്ക് റിബൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ, അങ്ങോട്ട് കത്തിക്കുന്നേ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് റാപ്പിങ്ങിൽ കുറച്ച് അബ്നോർമാലിറ്റീസ് ഉണ്ട്. നല്ല സാരമില്ല, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇങ്ങനെ ഫ്ലവർ ബൊക്കെയൊക്കെ വാങ്ങി പൈസ കളയാനാട്ടി നല്ലതല്ലേ ഈ പരിപാടി. നിങ്ങളോട് പറയൊന്നും വേണ്ട, നല്ലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സപ്പോർട്ടാക്ക്.